ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാട്ടോ എത്തിയിരിക്കുന്നത്. മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഹെയർ ബാൻഡ് എല്ലാ ഡ്രസ്സിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ബാൻഡാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. ഹെയർ ബാൻഡ് മാത്രമല്ല, നമ്മൾ ഹെയർ ക്ലിപ്പും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിത് 1 ഇഞ്ച് വീതിയുള്ള പ്ലെയിൻ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. വൈറ്റ് കളറാണ് കൂടുതൽ നല്ലത്. എൻ്റെ അടുത്ത് ബ്ലാക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ബ്ലാക്ക് എടുത്തു. പിന്നെ അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഓർഗൻസ റിബണാണ്. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളറിലെയും ഓർഗൻസ റിബൺ ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് വീതിയുള്ള ഓർഗൻസ റിബൺ ആട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ഇഞ്ച് വീതിയുള്ള വൈറ്റ് കളറിലെ സാറ്റിൻ റിബണും നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സാറ്റിൻ റിബൺ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിനെ കവർ ചെയ്യാനായിട്ടാട്ടോ അത് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിന് വേണ്ടത് ഇതുപോലത്തെ വലിയ സൂചിയില്ലേ, ചാക്കൊക്കെ തുന്നാൻ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ വലിയ സൂചിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണം ലൈറ്റർ, വേണം ഗ്ലൂ വേണം, അതൊക്കെ നമുക്ക് വേണം. ഇനി നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട്, ഈ ഒരു റിബൺ യൂസ് ചെയ്തിട്ട് നമ്മൾ കുറേ അധികം റോസ് ഫ്ലവേഴ്സ് ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ റോസ് ഫ്ലവർ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇതുപോലത്തെ കുഞ്ഞ് കുഞ്ഞ് റോസ് ഫ്ലവേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത്രയും റോസ് ഫ്ലവേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ റോസ് ഫ്ലവർ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് 44 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പീസിൻ്റെ എൻഡിങ് പാർട്ട് എടുത്തിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചിരിച്ച് കട്ട് ചെയ്യുക. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ നേരത്തെ രീതിയിൽ വേണം കട്ട് ചെയ്യാൻ. അതായത് നമ്മളുടെ ഈ ഒരു സൂചിയുടെ ഹോളിൻ്റെ ഉള്ളിൽ കയറാവുന്ന രീതിയിലുള്ള വീതിയിലായിരിക്കണം നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് വേണം ചിരിച്ച് കട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളിങ്ങനെ സൂചിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഞെറിഞ്ഞ് കയറ്റി കൊടുക്കണം. അതായത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിങ്ങനെ സൂചിക്ക് ഇങ്ങനെ ഗ്യാപ്പിട്ട് റിബണിൽ കയറ്റുന്നില്ലേ, ആ ഒരു ഗ്യാപ്പ് എല്ലാത്തിൻ്റെയും സെയിം ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ റോസ് ഫ്ലവർ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടാട്ടോ. അപ്പോൾ നമ്മൾ എൻഡിങ് വരെ അങ്ങനെ ചെയ്തെടുത്തിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക, റിബൺ ഇതുപോലെ ബാക്കിലോട്ട് ആക്കിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസില്ലേ, അതിങ്ങനെ നമ്മളെ സൂചിയുടെ ഹോളിലേക്ക് കയറ്റി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് കൈ ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് സൂചി ഒന്നിങ്ങനെ പിരിച്ച് കൊടുക്കുക. പിരിച്ച് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കിട്ടും. കുറേ അധികം പിരിക്കേണ്ട, ചെറുതായിട്ടൊന്ന് പിരിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സൂചി ബാക്കിലോട്ട് വലിക്കുക. അപ്പോൾ നമ്മളുടെ നമ്മൾ ആ കട്ട് ചെയ്ത് കൊടുത്ത ആ പോർഷൻ ഇങ്ങനെ ബാക്കിലോട്ട് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സൂചിയും ആ നൂലും കുറച്ച് കട്ട് ചെയ്ത്, അല്ല റിബണും കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കി ഭാഗം നമ്മൾ ലൈറ്റർ ഉപയോഗിച്ച് ഉരുക്കി ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കുറേ അധികം കളേഴ്സിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് കട്ട് ചെയ്ത് എങ്ങനെയാണ് റോസ് ഫ്ലവർ ഉണ്ടാക്കിയെന്ന് കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ലപോലെ വീഡിയോ ശ്രദ്ധിച്ച് കാണാം. വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാലാണ് നമ്മളിത് എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലാകുള്ളൂ കേട്ടോ. പിന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തിട്ട് എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഹെയർ ബാൻഡ് ഒറ്റ കളറിൽ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ മൾട്ടി കളറായിട്ടും ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു മെത്തേഡ് നമുക്ക് നൈലോൺ ബാൻഡിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ നൈലോൺ ബാൻഡിൽ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. നമ്മളത് ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു വീഡിയോ ആയിട്ടോ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ സാറ്റിൻ റിബൺ യൂസ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഹെയർ ബാൻഡ് കവർ ചെയ്ത് കൊടുക്കാൻ പോവാണ്. കാരണം ബ്ലാക്ക് ആണ്, ഞാൻ എടുത്തിരിക്കുന്ന ഹെയർ ബാൻഡ് ബ്ലാക്ക് ആണ്. അതാണ് ഫസ്റ്റ് റീസൺ. അതുമാത്രമല്ല, നമുക്ക് ഒരിക്കലും ഫ്ലവേഴ്സ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റില്ല. ഒട്ടിച്ച് കൊടുത്താലും അധികം നാളത് നിൽക്കില്ല, പെട്ടെന്ന് ഇളകിപ്പോരും. അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്തതിന് ശേഷം മാത്രം ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ കുറേ നാളത് എക്സ്റ്റെൻഡ് ചെയ്ത് നിന്നോളും. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ ഒട്ടിച്ച് കൊടുത്തത്. അപ്പോൾ ഞാൻ B7000 ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തത്. എന്നിട്ട് ഇങ്ങനെ എൻഡിങ് ഭാഗത്തും നല്ലപോലെ ഒന്ന് ലൈറ്റർ ഉപയോഗിച്ച് ഉരുക്കി ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ ഫ്ലവേഴ്സ് ആദ്യം ഒട്ടിച്ച് കൊടുക്കാൻ ഉദ്ദേശിച്ചത് B7000 കൊണ്ടാണ്. ഒട്ടാനായിട്ട് കുറച്ച് നേരം എടുക്കും. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ ഈ ഒട്ടിക്കുന്ന ഗ്ലൂ മാറ്റി ഞാൻ ഗ്ലൂ ഗൺ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലൂ ഗൺ ആകുമ്പോൾ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചാലും കുറേ നാൾ നിൽക്കും കേട്ടോ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഹെയർ ബാൻഡിലേക്ക് ഒട്ടിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യരുത്, പെട്ടെന്ന് പറഞ്ഞു പോരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലത്തെ B7000 അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം.
പിന്നെ നമ്മളിതുപോലെ കവർ ചെയ്തിട്ടൊക്കെയാണ് ഒട്ടിക്കുന്നതെങ്കിലും ഗ്ലൂ ഗൺ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, 2 എൻഡിങ് ഭാഗത്തും നമ്മൾ ഹെയർ ബാൻഡിൻ്റെ 2 എൻഡിങ് ഭാഗത്തും ഒരേ ഡിസ്റ്റൻസ് തന്നെ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ 2 എൻഡിങ്ങിലും ഒരു 1.5 ഇഞ്ചോളം ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ പല പല കളേഴ്സിലെ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നല്ല ഭംഗിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. നല്ലൊരു ഫ്ലവറിൻ്റെ ക്രൗണൊക്കെ വെച്ച് കൂട്ടിയിരിക്കും ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ ഇതിനു മുമ്പും ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒത്തിരി അധികം ഓർഡർ കിട്ടിയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്കിത് ഹെയർ ക്ലിപ്പിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാൻ ഹെയർ ക്ലിപ്പിലും ഡയറക്റ്റായിട്ട് ഒട്ടിക്കുന്നില്ല, വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഒട്ടിക്കാം. അതിന് മുമ്പ് ഞാനൊരു 4 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. പിന്നെ ഈ ഒരു റിബൺ ഒട്ടിക്കുന്നതിന് വേറൊരു പ്രത്യേകത രീതിയിലൊക്കെ ഒട്ടിക്കാം. പക്ഷെ അതിനുള്ള ക്ഷമ എനിക്കുണ്ടായില്ല, കാരണം ബാക്കിൽ മൂന്നിന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമ്മളിത് ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഇഷ്ടമായി, ഈ ഒരു ഹെയർ ബാൻഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലോ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ബാൻഡ് കിട്ടുന്നതാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ ഉയരങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹെയർ ബാൻഡ് ആൻഡ് ഹെയർ ക്ലിപ്പിൻ്റെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി അധികം വീഡിയോസ് നമ്മളുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി അധികം വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ മറക്കാണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലേന്നൊക്കെ ഉള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യണം. ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും നിങ്ങൾ ഇടണം കേട്ടോ. പിന്നെ നിങ്ങൾ ആരെങ്കിലും നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഡിയേഴ്സ്.